പുഴു ചത്തുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പൂമ്പാറ്റ ഉണ്ടാവോ? ആ, അപ്പൊ അതുകൊണ്ടൊന്നും ചെയ്തില്ല. പിന്നെ കുറച്ച് അലിയോ മൂത്രയിച്ചോ? ആണോ അലി മൂത്രയിച്ചോ? ഏത് കറി? ഈ കറിയില് കുത്തിട്ട് ഞാൻ ഇത് തിന്ന. ആണോ? കുട്ടി അവിടെ ഒരു പൂമ്പാറ്റനെ കണ്ടപ്പോൾ പോയി നോക്കട്ടോ. ഒരു ബ്ലൂ കളറിലുള്ള പൂമ്പാറ്റ ഉണ്ട് അവിടെ. പക്ഷെ എനിക്ക് അങ്ങോട്ട് പോകാൻ വയ്യ. ആ, എന്താ? അബ ഇവിടുന്ന് കാണുന്നുണ്ട്. പക്ഷെ അബക്ക് അങ്ങോട്ട് വരാൻ വയ്യല്ലോ, നടക്കാൻ വയ്യ. എന്നാ എന്താ അതിന്റെ കളറ്? ബ്ലൂ ആണോ? ഭംഗിയുണ്ട്. വീഡിയോ എടുക്കണം. എനിക്ക് കഴിയോ വീഡിയോ എടുക്കാൻ? അതാ പാറി കഴിഞ്ഞു. അതാ മുകളിലോട്ട് പാറിപ്പോയില്ലേ? ഇവിടെ സബേബി ഇവിടെ. സബേബി കണ്ടിനിയോ ബ്ലൂ കളർ പൂമ്പാറ്റനെ? കണ്ടില്ല? ഇന്നാളെ നമ്മളെ ചെടിന്റെ കണ്ടോ? ആ, ഇന്നാളെ നമ്മളെ ചെടിന്റെ മുകളില് പൂമ്പാറ്റന്റെ ഇത് കണ്ടിനോ? മുട്ട കണ്ടിനോ? നീ കണ്ടില്ലേനോ നാളെ? കണ്ടില്ലേനോ? മണുണ്ടോ? മരമില്ല. നല്ല സ്മെല്ലുണ്ട്. ഓ, നല്ല സ്മെല്ലുണ്ടല്ലോ. എന്തൊക്കെയാ ബേബി? മുട്ടക്ക് അടിപൊളി മണല്ലേ? നാളെ കണ്ടീനി നമ്മളെ അഡീനിയം ചെടീൻ്റെ മുകളിൽ പൂമ്പാറ്റ പിന്നെ അതിൻ്റെ മുട്ട ഇതാക്കി കണ്ടീനിയോ? ആ, പൂമ്പാറ്റകൾ അങ്ങനെയാണ്. നമ്മളെന്തെങ്കിലും ചെടീൻ്റെ മുകളിലൊക്കെയാണ് ഒരു മുട്ട ഇട്ട് വെക്കുക. കണ്ടിരുന്നത് ഞാൻ ഇനി കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. നാളെ ആ അഡീനിയത്തിൻ്റെ മുകളിലുണ്ടേനി ഒരു ഇങ്ങനെ. എന്നിട്ട് ആ മുട്ട പിന്നെ കുറേ കഴിയുമ്പോൾ എന്താവും? ഒരു പുഴു പോലെ അങ്ങനെ വരും. പുഴുവിനെ പൂമ്പാച്ചാക്കി മാറ്റണ കഥ. പിന്നെ കിളിയും പൂമ്പാച്ചും കൂടിയുള്ള കഥ എങ്ങനെയാണെന്നറിയോ? പണ്ടൊരു പുഴു ഉണ്ടായിരുന്നു. ആ പുഴുവിന്റെ കൂടെ കിളിയും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ആ പുഴു ഒരു ദിവസം പുല്ലിക്കൂടെ നടന്നു പോയപ്പോ എന്തായി? ആ കിളിക്കൂട്ടത്തെ കിളി ആ പുഴുവിനെ കണ്ട് കഴിക്കാൻ വന്നപ്പോ പറയുന്ന പുഴു, നീ പറക്കുന്ന മാതിരി കുറച്ച് ദിവസം കഴിഞ്ഞാ ഞാനും കൂടിയും പറക്കും എന്ന് പറഞ്ഞു. അങ്ങനെ കൊറേ ദിവസം കാത്തിരുന്നു കിളി. ആ കിളിക്ക് പൂമ്പാച്ചായി മാറും എന്ന് പറഞ്ഞപ്പോ നല്ല സന്തോഷമായി. നമ്മൾക്ക് ഫ്രണ്ട്സായി നടക്കാമല്ലോ, കളിച്ച് ചിരിച്ച് നടക്കാമല്ലോ എന്ന് വിചാരിച്ച് ഇരുന്നു. അങ്ങനെ കുറെ കാലം കഴിഞ്ഞ് ആ പുഴു ഒരു പൂമ്പാച്ചയായി മാറി. അങ്ങനെ എല്ലാരും ആ പൂമ്പാച്ചനെ കണ്ട് നല്ല ഭംഗിയുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ അവൻ രണ്ടാളും നല്ല ഫ്രണ്ട്സായി നടന്നു. അതാണ് ആ കഥ. അതേപോലെ തന്നെയാണ് അടീനിയത്തുമ്മല് പൂട്ടിയില്ലേ? അടീനിയത്തുമ്മല് അപ്പൻ്റെ അടീനിയത്തുമ്മല് ഫ്ലവർ ഉണ്ടായി. ആ ഫ്ലവറിന്റെ മുകളിൽ എന്ത് ചെയ്ത് ഈ പൂമ്പാറ്റ വന്നിട്ട് ഒരു മുട്ട ഇട്ട് പോയി. ആ മുട്ട കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ അപ്പം അങ്ങനെ പോയി നോക്കിയപ്പോൾ അതുകൊണ്ട് പുഴുവായി വന്നിട്ട് ആ പുഴു ഇങ്ങനെ അതിങ്ങനെ കടിച്ചങ്ങനെ തിന്ന്. പക്ഷെ അബ്ബ അതിനെ കൊന്നില്ല കേട്ടോ. കൊന്നുപോയിട്ടുണ്ടെങ്കിൽ ആ പുഴു ചത്തുപോയില്ലേ? പുഴു ചത്തുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പൂമ്പാറ്റ ഉണ്ടാവുമോ? ആ, അപ്പം അതുകൊണ്ടൊന്നും ചെയ്തില്ല. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം കണ്ടില്ല. അപ്പം ആ പൂമ്പാറ്റനെ ആ പുഴുവിനെ അപ്പം കണ്ടില്ല. അപ്പം എനിക്ക് തോന്നുന്നു ആ പുഴു ആവും ചിലപ്പോൾ ഈ ബ്ലൂ കളറിലുള്ള പൂമ്പാറ്റ അല്ലേ? അതായിരിക്കുമോ? അങ്ങനെ ആവും അല്ലേ? നല്ല ഭംഗിയുള്ള പൂമ്പാറ്റ. ബേബി കുട്ടി. ആ, ബേബിക്ക് ഇന്ന് ചെറുതായിട്ട് ജലദോഷമുണ്ട് അല്ലേ? ഇന്ന് കുളിച്ചോ? ആണോ? അന്റെ മുറിവ് എന്തായി? ഇന്നലെ സ്കൂളിൽ നിന്ന് വീണത് ഇപ്പൊ പോയില്ലേ? സ്കൂളിൽ നിന്ന് വീണപ്പം കരഞ്ഞില്ലേനിയല്ലോ? വീട്ടിലെത്തിയപ്പോ ഭയങ്കര കരച്ചില്ലേ? കള്ളം കരഞ്ഞിനോ? പൂവേ നിന്നേതിഷ്ടം പോലും എന്നെ കൊണ്ടാവും പോലെല്ലാം ഞാൻ ചെയ്യാം. വീഴല്ലേ പൂവേ.
വാടല്ലേ തേനേ, സ്നേഹത്തിൻ പൂഞ്ചോല തീരത്തിൽ നാം എത്തും നേരം ഇന്നേരം. എന്ന് പറയുമ്പോ ഞാൻ എന്റെ കൈ ഇങ്ങനെ കാണിക്കട്ടെ. വീഴുന്ന് പറയുമ്പോഴേ വീഴുന്ന് പറയുമ്പോഴാ പാട്ട് പാടി കഴിഞ്ഞില്ല. ഫുഡ് കഴിച്ചോ? ഇപ്പൊ എത്ര സമയായി? 10 മണി. 10 മണി. ഇന്ന് സ്കൂള് ലീവല്ലേ? 10 മണിനെ ആ കറക്റ്റ് ആണ്. കറക്റ്റ് അല്ല, ഇപ്പൊ 1 മണിയാകാറായി. 10 മണിയല്ലേ? ഇപ്പൊ 1 മണിയാകാനായി. ബേബിക്ക് എന്താ ഒരു വിഷമം? എനിക്ക് യെല്ലോ കളർ സൈക്കിള് എനിക്ക് വാങ്ങിയല്ല. താത്തക്ക് ബ്ലൂ സൈക്കിള് വാങ്ങിയൊട്ടക്ക്. രണ്ടാൾക്കും കൂടി ഒന്ന് വാങ്ങിയാ പോരെ? ഒരെണ്ണം വാങ്ങിയാ പോരെ? എന്നാൽ രണ്ടാൾക്കും ചവിട്ടിക്കൂടെ? അത് പോരെ? വേണ്ട, അത് മതി. പറ്റൂല. അല്ലെങ്കിൽ തന്നെ ഇവിടെ സൈക്കിൾ എന്ന് പറഞ്ഞാണ്. ഇനിയിപ്പോ രണ്ടാൾക്കും 2 വാങ്ങിയാ ഇവിടെ നിന്ന് അറിയൂല. വീണ്ടും ഒരെണ്ണം പോരെ? ബേബിക്ക് എത്ര വേണം? നമുക്ക് നോക്കാം. ജയിന്റെ ചെറിയ കുട്ടിയല്ലേ? നെട്ടിക്കൽ തന്നെയാണ്. ആരെ നെട്ടിച്ചത്? എന്നിട്ട് ബിരിയാണി കഴിച്ചോ? എങ്ങനെ? പേടിച്ചോയോ? അതിനാണ് നെട്ടാന്ന് പറയാ. ഇജ്ജ് കഴിച്ചിനിയോ? അതെന്താ ഇജ്ജ് കഴിക്കാഞ്ഞ്? നേരത്തെ എന്നിട്ട് ബിരിയാണി ഉണ്ടാക്കൂലേ, അപ്പൊ പോയി വന്നിട്ട് ഞാൻ മേലെ എഴുതിട്ട് ഷോളിന്നുമ്പോൾ ബിരിയാണി ഉണ്ടാക്കൂലക്ക്. അപ്പൊ എന്നെ പേപ്പിക്കാൻ വേണ്ടി അവിടെ പോയി വരുമ്പോൾ പേപ്പിച്ചോളൂ. എന്നെ പേപ്പിക്കൂടെ എത്ര നെട്ടിക്കാന്ന് പറഞ്ഞിട്ടും കാര്യം. ചീത്തക്കുട്ടി അല്ലല്ലോ, ക്യൂട്ട് മോള് ആണല്ലോ, പാട്ട് പാടി വന്നല്ലോ, പാട്ടിൽ നിന്ന് തേനല്ലോ, പാട്ടിൽ നിന്ന് മധുരം പൂവല്ലോ. അങ്ങനല്ലേ?